നമസ്കാരം, ഞാൻ അഖിലാണ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഐറ്റമായിട്ടാണ്. ഐറ്റം എന്ന് പറയുന്നത് മൈനീസ് ആണ്, ബട്ട് ചില്ലി മൈനീസ്. ചില്ലി മൈനീസ് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. ചില്ലി മൈനീസ് പല പല പേരിൽ അറിയപ്പെടുന്നത് പേരി പല നെയിമിൽ അറിയപ്പെടുന്നുണ്ട്. ബട്ട് നമുക്കിവിടെ മൈനീസ് തന്നെ, മൈനീസിനകത്ത് 2 ഇൻഗ്രീഡിയൻസ് കൂടുമ്പോൾ ചില്ലി മൈനീസ് ആകും. അപ്പൊ ഇൻഗ്രീഡിയൻസ് നമുക്കെല്ലാം പരിചയപ്പെടാം. അപ്പം എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ, സബ്സ്ക്രൈബ് ബട്ടണുള്ള അടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്ത വീഡിയോകൾ നിങ്ങൾക്ക് മുന്നിൽ നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതാണ്. എല്ലാവർക്കും നമസ്കാരം. അപ്പൊ നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കടക്കാം. ഞാൻ അതിന്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഞങ്ങൾ പരിചയപ്പെടുത്താം. ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഇൻഗ്രീഡിയൻസ് തന്നെയാണ്. മുട്ടയുടെ വെള്ളക്കരുവാണ് ഞാൻ ഇതിനു വേണ്ടി എടുത്തിരിക്കുന്നത്. പിന്നെ വെളുത്തുള്ളി, അത് വെളുത്തുള്ളി മസ്റ്റ് എന്ന് വെച്ചാൽ വെളുത്തുള്ളി ബെറ്റർ ആയിരിക്കും അതിനകത്ത് ചേർക്കുന്നത്, ഓപ്ഷനാണ്. അപ്പം അടുത്തത് ലെമൺ ജ്യൂസ് ഉണ്ട്, പിന്നെ വിനാഗിരി ഉണ്ട്, പിന്നെ നമ്മുടെ സൺഫ്ലവർ ഓയിൽ, ഉപ്പ്, പഞ്ചസാര. അത് കൂടാതെ 2 ഐറ്റമാണ് ചില്ലി മൈനസിന് വേണ്ടിയുള്ളത്. ഒന്ന് ചില്ലി ഫ്ലെക്സ് ഉണ്ട്, മുളക് പൊടി ഉണ്ട്. അപ്പൊ ഫ്ലെക്സ് നമ്മൾ വീട്ടിൽ ജസ്റ്റ് മിക്സിക്കകത്ത് കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ നമുക്കുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുത്ത് നമുക്ക് അത് അരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ചില്ലി മൈനസ് റെഡി ആയിരിക്കുന്നു. അപ്പൊ നമുക്ക് ഇതിനകത്ത് നോക്കാം. കാരണം ചില്ലി മൈനസ് ആദ്യം ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചായിരുന്നു. അത് കൂടാതെ ഞാൻ 3 സ്പൂൺ 4 സ്പൂൺ ഒഴിച്ചായിരുന്നു. അത് ഞങ്ങളെ കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിലുള്ള ചില്ലി മൈനസ് നമുക്ക് മാക്സിമം ഒരു ഇത്ര തിക്നെസ് ആവേണ്ടത്. മൈനസ് ആയി നമ്മൾ എടുക്കുമ്പോൾ നല്ല തിക്നെസ് ആയിട്ടിരിക്കണം. ശ്രദ്ധിച്ചില്ലേ? ആ തിക്നെസ് വേണം നമ്മൾ എടുക്കാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ആക്കാം. മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് ആക്കിയെടുക്കാം. ഓക്കെ, പാത്രം എടുക്കാം. അപ്പോൾ നമ്മുടെ ചില്ലി മൈനസ് റെഡി ആയിരിക്കുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മൾ ടോട്ടൽ പറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായിരിക്കും. കാരണം ഒരുപാട് ആൾക്കാർ ഇതിനെക്കുറിച്ച് ഇടുന്നുണ്ട്. ഞാൻ ചിലർ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം വെച്ചാൽ കഴിഞ്ഞാൽ മുളക് പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അവരോട് കാരണം ചില്ലി ഫ്ലെക്സ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലതായിരിക്കും. കാരണം നമുക്ക് ചില്ലി ഫ്ലെക്സിന് ഇതിനകത്ത് സോസിനകത്ത് നമുക്ക് അറിയാനുണ്ട്. പിന്നെ കുട്ടികൾക്ക് ഉപയോഗിക്കാനാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ 1/4 ടീസ്പൂൺ മുളക് പൊടി ആയിരിക്കും ബെറ്റർ. അതുപോലെ തന്നെ ചില്ലി ഫ്ലെക്സ് ഇടുമ്പോഴും കുറച്ചില്ല, കുട്ടികളായിരിക്കും കൂടുതൽ കഴിക്കുന്നത്. അപ്പൊ നമുക്ക് ടേസ്റ്റ് നോക്കാം. ടേസ്റ്റ് നോക്കുന്നതിന് ഞാൻ എല്ലാ വീഡിയോക്കും ടേസ്റ്റ് നോക്കുന്നത്. ഇപ്പൊ നമുക്കൊരു കൊച്ചു അതിഥി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ജ്യേഷ്ഠന്റെ മോനാണ്. അപ്പൊ അവനെ കൂടെ വിളിക്കാം. അപ്പൊ അവനെ കൂടെ അതിനകത്തോട്ട് ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് കാര്യം നടത്താം. അപ്പൊ അവന്റെ പേര് അനന്തൂട്ടനാണ്. അപ്പൊ അനന്തൂട്ടൻ നമുക്ക് വിളിക്കാം. അനന്തൂട്ടൻ മോനെ ഇതിനകത്ത് ടേസ്റ്റ് നോക്കിയോ? കുഞ്ഞും കൂടെ സൂപ്പർ നോക്കട്ടെ. മോനെ നോക്കാം. എന്റെ മോനാണിത്. അവനോട് നോക്കുന്നത് എങ്ങനെയുണ്ട്? നീരു എങ്ങനെയുണ്ട്? ഓക്കെ, നമ്മള് 2 കുട്ടികളെ വിളിച്ച്, എന്റെ മോനും ഒരു ജ്യേഷ്ഠന്റെ മോനുണ്ടായിരുന്നു. അവരെ വിളിച്ച് നമ്മൾ ടേസ്റ്റ് ചെയ്യിപ്പിച്ച്. എല്ലാ പ്രാവശ്യവും ഞാൻ തന്നെയാണ് ടേസ്റ്റ് നോക്കുന്നത്. അപ്പം പിള്ള മനസ്സിൽ കള്ളമില്ലെന്നല്ലേ, കുട്ടിയുടെ മനസ്സിൽ കള്ളമില്ല. അപ്പൊ അവരുള്ളത് പറയല്ലോ. അപ്പോൾ ഓക്കെ, അപ്പൊ എല്ലാവർക്കും എന്റെ നമസ്കാരം. അപ്പൊ ഞാനിപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ഇത്രയും നേരം എല്ലാവരും കണ്ടിരുന്നതിന് എല്ലാവർക്കും താങ്ക് യു. ബൈ ഓൾ.